ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചാട്ടെ, ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. ദൈവത്തിന് സകല സ്തുതി സ്തോത്രങ്ങളും കരേറ്റുകയാട്ടെ. ആമേൻ. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുകയാ. ഓ, സ്തോത്രത്തുന്ന യാഗത്തോടെ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. സ്തോത്രമെന്ന യാഗത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവമേ, നീ ഇന്നിവിടെ ഇറങ്ങി വന്നിട്ടുണ്ടല്ലോ. എന്നെ ഓർക്കുന്ന ദൈവമേ, എൻ്റെ കണ്ണുനീരിനെ അറിയുന്ന ദൈവമേ, എൻ്റെ ഹൃദയത്തിൻ്റെ വേദനകളെ അറിയുന്ന ദൈവമേ, ഇന്ന് പകൽക്കാലം അങ്ങിവിടെ ഇറങ്ങി വന്നിട്ടുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, എൻ്റെ ദൈവം ഇന്നിവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ദൈവം ഇന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, എൻ്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ, എൻ്റെ ഹൃദയത്തിൻ്റെ വേദനയെ മാറ്റുവാൻ എൻ്റെ ദൈവമിതാ ഇന്നിവിടെ ഇറങ്ങി വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ ഓർക്കുന്നൊരു ദൈവമുണ്ട് കേട്ടോ പ്രിയപ്പെട്ടവരെ. നമ്മെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. നിന്റെ കുടുംബത്തെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. ആമേൻ, ആമേൻ. നമ്മെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം ഇന്നിവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ദൈവം ഇന്നിവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ചുരുക്കമായി പറയുവാൻ ആഗ്രഹിക്കുന്ന അത് തന്നെയാ. ഓർക്കുന്നവനായൊരു ദൈവമുണ്ട്. ഓർക്കുന്നവനായൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓർക്കുന്നവനായൊരു ദൈവമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുകയാ. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം നോഹയെ ഓർത്തു. ഗോഡ് റിമെമ്പേർഡ് നോഹ്. ദൈവം നോഹയെ ഓർത്തു. ഹല്ലേലൂയ. നോഹയെ ഓർത്ത ദൈവം, ആ ദൈവം നമ്മയും ഓർക്കും. ആമേൻ. ഈ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല കേട്ടോ പ്രിയപ്പെട്ടവരെ. നോഹ ദൈവത്തോട് കൂടെ നടന്ന വ്യക്തിയാ, ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ച വ്യക്തിയാ. എന്നാൽ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ നിന്റെ മകനായിരുന്നപ്പോൾ ദൈവം അവിടെ നോഹയെ ഓർത്തിറങ്ങി വന്നെങ്കിൽ, നിന്റെ ജീവിത പ്രതിസന്ധിയുടെ നടുവിൽ, ആമേൻ, ആ സാഹചര്യത്തിൽ നിന്നെ ഓർത്ത്, ഹല്ലേലൂയ, അവിടെ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. അവിടെ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ഇന്ന പകൽ നിന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. നിന്റെ വേദനകളെ കാണുന്നൊരു ദൈവമുണ്ട്. നിന്റെ ഹൃദയത്തിൻ്റെ ഭാരത്തെ അറിയുന്നൊരു ദൈവമുണ്ട്. നിന്റെ കണ്ണിൻ്റെ കണ്ണുനീരിനെ കാണുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം ഇതാ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം നോഹയെ ഓർത്ത് അവിടെ ഇറങ്ങി വന്നു. ദൈവം നോഹയെ ഓർത്ത് അവിടെ ഇറങ്ങി വന്നു. നോഹയെയും പെട്ടകത്തിലെ സകല മൃഗങ്ങളെയും ദൈവം ഓർത്തു. ആ പ്രതിസന്ധിയുടെ നടുവിൽ, പ്രത്യേക സാഹചര്യത്തിൽ തൻ്റെ മകനെ ദൈവം ഓർത്തെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന പകൽ നിന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. ഇന്ന പകൽ നിന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം. അവിടെ എന്താ വായിക്കുന്നത്? ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു. ഹല്ലേലൂയ. ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു. ഗോഡ് റിമെമ്പേർഡ് അബ്രഹാം. അബ്രഹാമിനെ ദൈവം ഓർത്തു. എപ്പോൾ? ആ പട്ടണത്തെ ദൈവം നശിപ്പിക്കാൻ പോകുകയാ. പട്ടണത്തെ, സോദോം ഗൊമോറയെ നശിപ്പിക്കുവാൻ പോകുമ്പോൾ അവിടെ നിന്ന് യഹോവയായ ദൈവം ലോത്തിനെ വിടുവിച്ചത്, ആ വലിയ ഉന്മൂലനാശത്തിൽ നിന്ന് ദൈവം ലോത്തിനെ വിടുവിച്ചത് തൻ്റെ ദാസനായ അബ്രഹാമിനെ ഓർത്തിട്ടാ. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ദാസനായ അബ്രഹാമിൻ്റെ നിലവിളി കണ്ടിട്ടാണ് ദൈവം സോദോം ഗൊമോറയിൽ ഇറങ്ങി വന്ന് ലോത്തിനെ വിടുവിക്കുവാൻ ഇടയായി തീർന്നതെങ്കിൽ, ഇന്നിവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളെ ഓർത്ത് നിങ്ങളെ കുടുംബത്തെ ദൈവം വിടുവിക്കാൻ പോകുകയാ. നിങ്ങളുടെ കണ്ണുനീരിനെ ഓർത്ത് നിങ്ങളെ മക്കളെ ദൈവം വിടുവിക്കാൻ പോകുകയാ. നിങ്ങളുടെ ഹൃദയഭാരത്തെ ഓർത്ത് നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ഇടിവിൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത്, അവരെ ദൈവം വിടുവിക്കുവാൻ പോകുകയാ. ഹല്ലേലൂയ. അബ്രഹാമിനെ
അബ്രഹാമിനെ ഓർത്ത ദൈവം ഉന്മൂലനാശത്തിൽ നിന്ന് ലോത്തിനെ വിടുവിച്ചെങ്കിൽ ഇന്ന് പകൽ കണ്ണുനീരോടെ ആലയത്തിലിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, നിങ്ങളുടെ കണ്ണുനീരിനെ മാനിക്കുന്ന ഒരു ദൈവം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ദൈവം നിങ്ങളുടെ കണ്ണുനീരിനെ ഓർത്ത് നിങ്ങളുടെ കുടുംബത്തെ വിടുവിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ പറയ്, വിശ്വാസത്തോടെ പറയ്, ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ സഭയ്ക്ക് വേണ്ടി, എൻ്റെ ദേശത്തിന് വേണ്ടി ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. എൻ്റെ ദൈവം വിടുതൽ അയക്കും. അബ്രഹാമിനെ ഓർത്ത ദൈവം ലോത്തിനെ വിടുവിച്ചെങ്കിൽ ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുകയാ: ദൈവം റാഹേലിനെ ഓർത്തു. ദൈവം റാഹേലിനെ ഓർത്തു. ദൈവം റാഹേലിനെ ഓർത്തു. ദൈവം അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്നു. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ദൈവം എൻ്റെ നിന്ന നീക്കി കളഞ്ഞു എന്ന് പറഞ്ഞു. യഹോവ എനിക്ക് ഇനിയും ഒരു മകനെ തരുമെന്നും പറഞ്ഞ് അവന് യോസേഫ് എന്ന് പേരിട്ടു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. God remembered Rachel. ദൈവം റേച്ചലിനെ ഓർത്തു. ദൈവം റാഹേലിനെ ഓർത്തെങ്കിൽ, ആമേൻ, അവളുടെ അടഞ്ഞ ഗർഭത്തെ ദൈവം തുറന്നെങ്കിൽ, അവളുടെ നിന്നയെ ദൈവം മാറ്റിക്കളഞ്ഞെങ്കിൽ, ഇന്ന് പകൽ ഞാൻ ഉറപ്പോടെ പറയട്ടെ, നിന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. അടഞ്ഞ വാതിലുകളെ തുറന്നു തരുവാൻ കഴിയുന്നൊരു ദൈവമുണ്ട് കേട്ടോ. നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ വാതിലുകൾ എവിടെയെങ്കിലും അടഞ്ഞു കിടക്കുകയാണെങ്കിൽ ഇന്ന് പകൽ, ആമേൻ, വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്ക്. ദൈവം ഇന്ന് പകൽ നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. റേച്ചലേ, നിന്റെ ഗർഭഫലം അടഞ്ഞിരിക്കുന്നെങ്കിൽ പ്രൈസ് ദി ലോർഡ്, നിന്നെ ഓർക്കുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, നിന്റെ ഗർഭത്തെ തുറക്കാൻ പോകുകയാ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. ആമേൻ. വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന അനേക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരല്ലേ നാം. അവരോട് ചേർന്ന് പറയ്, പ്രിയ മക്കളെ, നിങ്ങളെ പ്രാർത്ഥിക്ക്, ഞങ്ങളും പ്രാർത്ഥിക്കാൻ പോകുകയാ. നിങ്ങളെ ഓർക്കുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, നിങ്ങളുടെ ഗർഭഫലത്തെ തുറക്കുന്നവനായ ദൈവമാ. മക്കൾ ദൈവത്തിന്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തുറന്നു തരാൻ ദൈവത്തിന് കഴിയും. ശത്രു നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ വാതിലുകൾ എത്രയൊക്കെ കൊട്ടി അടച്ചാലും, പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവം, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ വാതിലിനെ തുറക്കാൻ തീരുമാനിച്ചാൽ ഒരു ശത്രുവിനും പിന്നെ ആ വാതിൽ അടച്ചു കളയാൻ കഴിയത്തില്ല കേട്ടോ. ആമേൻ. ദൈവത്തെ സ്തുതിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്ക് പ്രിയപ്പെട്ടവരെ. ആമേൻ. ദൈവം നിന്റെ ജീവിതത്തിൽ ശത്രു അടച്ചു കളഞ്ഞിരിക്കുന്ന അനുഗ്രഹത്തിന്റെ വാതിലുകൾ ഇന്ന് പകൽ തുറക്കാൻ പോകുകയാ. വിശ്വാസത്തോടെ പറയ, ഇല്ല ശത്രുവേ, നിനക്ക് എൻ്റെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ വാതിലുകൾ ഏറിയ നാളുകൾ അടച്ചു വെക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽ എൻ്റെ പ്രിയൻ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കാൻ പോകുകയാ. എൻ്റെ കുഞ്ഞുങ്ങൾ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ വാതിലുകൾ എൻ്റെ നാഥൻ തുറക്കാൻ പോകുകയാ. എൻ്റെ കുടുംബത്തിൽ അനുഗ്രഹത്തിന്റെ വാതിലുകൾ എൻ്റെ പ്രിയനിതാ തുറക്കാൻ പോകുകയാ. കർത്താവ് അടച്ചാൽ അതാർക്കും തുറക്കാൻ കഴിയത്തില്ല. എന്നാൽ കർത്താവ് തുറന്നാലോ ആർക്കും അത് അടച്ചു കളയാൻ കഴിയത്തില്ല. ഇന്ന് പകൽ അനുഗ്രഹത്തിന്റെ വാതിലുകൾ, പ്രൈസ് ദി ലോർഡ്, അനുഗ്രഹത്തിന്റെ വാതിലുകൾ നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഇതാ തുറക്കാൻ പോകുകയാ. നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ഗോഡ് റിമെമ്പേർഡ് റേച്ചൽ. റേച്ചലിനെ ഓർത്ത ദൈവം, റേച്ചലിനെ ഓർത്ത ദൈവം. ആ ദൈവം ഇതാ നിന്നെയും ഓർക്കുന്നു. റേച്ചൽ പറയുകയാ, എൻ്റെ ദൈവം എൻ്റെ നിന്നയെ നീക്കിക്കളഞ്ഞു. ഇന്നൊരു പക്ഷെ നീ ദേശത്തൊരു നിന്നാപാത്രമായിരിക്കാം. അനേകർ നിന്നെ പരിഹസിക്കുന്നുണ്ടായിരിക്കാം, അനേകർ നിന്നെ മാറ്റി നിർത്തുന്നുണ്ടായിരിക്കാം, പലരും നിന്നെ അവഗണിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ അവഗണിക്കുന്നവരുടെ നടുവിൽ, മാറ്റി നിർത്തുന്നവരുടെ മുൻപിൽ, അകറ്റി നിർത്തുന്നവരുടെ നടുവിൽ നിന്നെ ഒരു മാനപാത്രമാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് പകൽ നിനക്ക് വേണ്ടി ജീവിക്കുന്നു. വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിക്ക്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ കഴിഞ്ഞ കാല ജീവിതത്തിൽ പലരും നിന്നെ അകറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കാം, മാറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കാം. കഴിവില്ല, യോഗ്യതയില്ല, പണമില്ല, സാമ്പത്തികമില്ല എന്നൊക്കെ പറഞ്ഞ്, സൗന്ദര്യമില്ല എന്നൊക്കെ പറഞ്ഞ് പലരും നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കാം. ഈ ലോകം നിന്നെ മാറ്റി നിർത്തിയാലും ചേർത്ത് നിർത്തുന്ന ഒരു കർത്തനുണ്ടെങ്കിൽ ദൈവമൈതലേ, പിന്നെ നീ എന്തിനാ ഭാരപ്പെടുന്നത്? ലോകം മാറ്റി നിർത്തിയാലും എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്തൻ എനിക്കുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഇവിടെ ഇതാ റേച്ചൽ പറയുകയാ, റാഹേൽ പറയുകയാ, എൻ്റെ ദൈവം എൻ്റെ നിന്നയെ നീക്കിക്കളഞ്ഞെന്ന്. എൻ്റെ ദൈവം എന്നെ ഓർക്കുന്ന എൻ്റെ ദൈവം ദേശത്തിന്റെ മുൻപിൽ, പരിഹാസികളുടെ മുൻപിൽ എൻ്റെ തലയെ എൻ്റെ കർത്താവ് ഉയർത്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ദൈവം എത്ര വലിയവനാ അല്ലേ? ഈ ദൈവം എത്ര വലിയവനാ. തല കുമ്പിട്ട് നീ നടക്കേണ്ടി വരത്തില്ല. നിന്റെ തലയെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. അവൻ നിന്നെ വാലല്ല തലയാക്കും കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ തലയെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ധൈര്യമായിട്ട് പറ, എന്നെ അറിയുന്നൊരു ദൈവം, ഞാൻ വിശ്വസിക്കുന്ന ദൈവം, എൻ്റെ ദൈവം എന്നെ ഉയർത്തും. നിന്ദിച്ചവരുടെ മുൻപിലേ, പരിഹസിച്ചവരുടെ മുൻപിലേ, മാറ്റി നിർത്തിയവരുടെ മുൻപിലേ നിന്നെ ഒരു മാനപാത്രമാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിന്നെ ചേർത്ത് നിർത്തുന്ന ദൈവമാണ്. ഇശായിയും സഹോദരന്മാരും ഒക്കെ മാറ്റി നിർത്തിയ മകനായിരുന്നു ദാവീദ്. ആ ദാവീദിനെയാണ് ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി ശമൂവേൽ പ്രവാചകനിലൂടെ ദൈവം അഭിഷേകം ചെയ്തതെങ്കിൽ മാറ്റി നിർത്തിയവരുടെ മുൻപിൽ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിച്ചു, ധൈര്യമായിട്ട് വിശ്വസിച്ചു. ദൈവം വലിയവനാ, ദൈവം വലിയവനാ. ഇവിടെ ആ ശമൂവേൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാ, ദൈവം ഹന്നായെ ഓർത്തു. ഹല്ലേലൂയ. 19 വാക്യം, അനന്തരം അവർ അതികാലത്ത് എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ എൽക്കാന തന്റെ ഭാര്യയായ ഹന്നായെ പരിഗ്രഹിച്ചു. യഹോവ ഹന്നായെ ഓർത്തു. പ്രൈസ് ദി ലോർഡ്. ഹന്നായുടെ പ്രാർത്ഥന ദൈവം ഓർത്തപ്പോൾ 20 വാക്യം, ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുകയാ. ഇന്ന പകൽ നീ വിശ്വാസത്തോടെ ഉറപ്പോടെ പ്രാർത്ഥിച്ചോ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ഹല്ലേലൂയ. നിന്നെ ഓർക്കുന്ന ദൈവം ഇവിടെ ഇറങ്ങി വരും. ഈ വചനങ്ങളുണ്ടല്ലോ, ഈ വചനം നീ അങ്ങ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഈ വചനം നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഒരുപക്ഷെ വചനത്തിന്റെ മുൻപിൽ വന്ന് ആമേൻ കളിയാക്കുന്നവർ കണ്ടേക്കാം, ചോദ്യം ചെയ്യുന്നവർ കണ്ടേക്കാം, ഇതിനെ ഒരു വിലയും കൊടുക്കാത്തവർ കണ്ടേക്കാം. എന്നാൽ അങ്ങനെയുള്ളവർക്കല്ല കേട്ടോ അനുഗ്രഹം. ഇതിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങളെ വിശ്വസിക്കുന്നവനാണ് അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവനാകട്ടോ അനുഗ്രഹം. അതുകൊണ്ട് നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. നോഹയെ ഓർത്ത ദൈവം, അബ്രഹാമിനെ ഓർത്ത ദൈവം, റേച്ചലിനെ ഓർത്ത ദൈവം, ഹന്നായെ ഓർത്ത ദൈവം, ആ ദൈവം നിങ്ങളെയും ഓർക്കുകയാ. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ദൈവം ഓർത്തവർക്കൊക്കെ പറയാനൊരു സാക്ഷ്യമുണ്ട്. ഹല്ലേലൂയ. ദൈവം ഓർത്തവർക്കൊക്കെ പറയാനായിട്ട്, ജീവിതത്തിൽ പറയാനായിട്ട് ഒരു വലിയ സാക്ഷ്യമുണ്ട്. വിടുതലിന്റെ സാക്ഷ്യം, ആമേൻ, നിന്നയെ നീക്കിക്കളഞ്ഞതിന്റെ സാക്ഷ്യം, ഈ ലോകത്തിൽ ജീവനോടെ ശേഷിപ്പിച്ചതിന്റെ സാക്ഷ്യം, ആമേൻ, ഉന്മൂല നാശത്തിൽ നിന്ന് വിടുവിച്ചതിന്റെ സാക്ഷ്യം, എല്ലാവരും അകറ്റി നിർത്തിയെടുത്ത് നിന്ന് ചേർത്ത് നിർത്തിയ ഒരു ദൈവത്തെക്കുറിച്ചുള്ള ഒരു സാക്ഷ്യം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മയും ഇന്ന് ഈ പകൽ ഓർക്കുകയാ. എൻ്റെ ദൈവമേ, എന്നെ ഓർത്ത് എൻ്റെ കണ്ണുനീരിനെ നീ മാറ്റിത്തരണമേ എന്ന് ദൈവത്തോട് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകൽ നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ഒരു ദൈവം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ
എവിടെ ഇരുന്ന് വചനം കേട്ടാലും വചനം ഏറ്റെടുത്ത് നിന്റെ ഹൃദയത്തിൽ വചനം ഏറ്റെടുത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചോ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം തന്നിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ എളിയ ദാസനായ അടിയൻ വിളിച്ചു പറയുകയാ, നീ ദേശത്തിന് എവിടെ ഇരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാലും നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു മറുപടി തന്നിരിക്കും. ദൈവം ജീവിക്കുന്നു, ദൈവം ജീവിക്കുന്നു. ആ ദൈവത്തിൽ നീ വിശ്വസിക്ക്, ദൈവത്തിൽ ആശ്രയിക്ക്.